Good afternoon. Okay. Join ചെയ്യുന്നുണ്ടല്ലേ? 16 പേരായിട്ടുള്ളൂ. Okay. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബ്രിവേഷൻസ് നോക്കിക്കൊണ്ടിരുന്നേ അല്ലെ. അതിൽ 143 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ നോട്ട് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 143 ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അല്ലെ. 143 IM ഇൻട്രാമസ്കുലർ അവിടെ വരെയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. 144 ആണ്. 144 IO. IO എന്നുള്ളത് എന്താണ്? ഇൻട്രാ-ഓസിയസ്. ഇൻട്രാ-ഓസിയസ് IO. അപ്പൊ ഇൻട്രാ-ഓസിയസ് എന്നുള്ളതിന്റെ അബ്രിവേറ്റഡ് ഫോം എഴുതാൻ ചോദിക്കാം. അപ്പൊ നമ്മള് IO എന്ന് എഴുതാം കേട്ടോ. IO. നെക്സ്റ്റ് ആണ് IPPB. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. Intermittent positive pressure breathing. ഓക്കെ, അത് നമുക്കൊരു റെസ്പിറേറ്ററി തെറാപ്പി ആണ് കേട്ടോ. റെസ്പിറേറ്ററി തെറാപ്പി ട്രീറ്റ്മെന്റ് ആണ് ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാഓസിയസ് കേട്ടിട്ടുണ്ടോ? ഇൻട്രാഓസിയസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ IO. അത് നമുക്ക് എന്ന് വെച്ചാൽ മെഡിസിൻസ് ഒക്കെ നമ്മുടെ അസ്ഥിമജ്ജയിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ ഇൻട്രാഓസിയസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ അങ്ങനെ വേണ്ട, നമുക്ക് അബ്രിവേഷൻ മാത്രം പഠിച്ചാൽ മതി. ചിലതിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. IO ഇൻട്രാഓസിയസ് മെഡിസിൻസോ മറ്റു ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് അസ്ഥിമജ്ജയിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നതിനെയാണ് ആ ഒരു പ്രോസസ്സാണ് ഇൻട്രാഓസിയസ് എന്ന് പറഞ്ഞത്. IO. നെക്സ്റ്റ് ആണ് IPPB ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് IPPB. അത് ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ. 145 പഠിക്കണം. എല്ലാം ലെറ്റേഴ്സ് വെച്ച് നിങ്ങൾ നോക്കാം കേട്ടോ. I എന്ന് പറഞ്ഞ് ഇന്റർമിറ്റന്റ്, P സ്റ്റാൻഡ്സ് ഫോർ പോസിറ്റീവ്, നെക്സ്റ്റ് പ്രഷർ, നെക്സ്റ്റ് B ബ്രീത്തിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് IUD. IUD intrauterine device. Intrauterine device. Intrauterine device. അത് നമുക്ക് ഗർഭനിരോധന മാർഗങ്ങള് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അതായത് ഒരു T ഷേപ്പില് ഒരു പ്ലാസ്റ്റിക് ഡിവൈസ് നമുക്ക് യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രഗ്നൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ ഇൻട്രായൂട്ടറൈൻ ഡിവൈസ്. കോൺട്രസെപ്റ്റീവ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ഗർഭ നിരോധന മാർഗം. ഓക്കെ, നെക്സ്റ്റ് ആണ് 147 IV. IV എന്ന് പറഞ്ഞ ഇൻട്രാവീനസ്. പഠിച്ചിട്ടുണ്ട്, IV പോളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻട്രാവീനസ് IV ഇൻട്രാവീനസ്. ഇൻട്രാവീനസ് എന്നുള്ളതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് IV എന്ന് പറയുന്നത്. അതും നോട്ട് ചെയ്തത് കേട്ടോ. 147. നിങ്ങൾ അത് ടിക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ആ നമ്പറിന്റെ അവിടെ ടിക്ക് ഇട്ട് വെക്കുക. IV ഇൻട്രാവീനസ്. നെക്സ്റ്റ് 148 JVD. Jugular venous distension. Jugular venous distension. നമ്മുടെ ഒരു നെക്കിന്റെ പ്രധാനപ്പെട്ട വെയിൻ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ജഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. ജഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. നെക്സ്റ്റ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ അബ്രിവേറ്റഡ് ഫോം എന്താ? K+. പൊട്ടാസ്യം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് KCl. അബ്രിവേറ്റഡ് ഫോം ആണ് KCl. അതിന്റെ എക്സ്പാൻഡഡ് ഫോം പൊട്ടാസ്യം ക്ലോറൈഡ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. KCl ടിക്ക് ഇട്ട് വെച്ചോ. KCl ഇതാണ് പൊട്ടാസ്യം ക്ലോറൈഡ്.
പൊട്ടാസ്യം ക്ലോറൈഡ്. അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് KCl. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഏതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ്? ഇതാണ് KCl, പൊട്ടാസ്യം ക്ലോറൈഡ്. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് kg, അല്ലെ? ഇതാണ് കിലോഗ്രാം. നമ്മൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം എന്ന് നേരെ ഫുൾ എഴുതണ്ട, അതിനെ ഷോർട്ട് ചെയ്ത് അതിന്റെ അബ്രിവേറ്റഡ് ഫോം kg എന്ന് എഴുതിയാൽ മതി. K ക്യാപിറ്റൽ ലെറ്ററും G സ്മോൾ ലെറ്ററും. എന്താ പറയുന്നത്? കിലോഗ്രാം. കിലോഗ്രാം. നെക്സ്റ്റ് KUV, കിഡ്നി, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. ഓരോ ലെറ്റേഴ്സും K എന്ന് പറയുന്ന കിഡ്നിന്ന് പറയുന്നതാണ് കിഡ്നീസ്, U യൂറിറ്റേഴ്സ്, ആൻഡ് B എന്ന് പറയുന്നത് ബ്ലാഡർ. KUV ഇത് ടിക്കറ്റ് വെച്ചോ, 152 പഠിക്കണം. KUV, കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. നെക്സ്റ്റ് 153 KVO, ഇതാണ് കീപ് വെയിൻ ഓപ്പൺ. കീപ് വെയിൻ ഓപ്പൺ. ഓരോ ലെറ്റേഴ്സും നോക്കുക. കീ സ്റ്റാൻഡ്സ് ഫോർ കീപ്പ്, വി എന്ന് പറഞ്ഞ വെയിൻ, ഓ എന്ന് പറഞ്ഞ ഓപ്പൺ. കീപ് വെയിൻ ഓപ്പൺ, KVO. നെക്സ്റ്റ് 154 L. L എന്ന് പറഞ്ഞ എങ്ങനെയാ സൂചിപ്പിക്കുന്നതാണ്? ലിറ്റർ, അല്ലെ? നമ്മള് ഓരോന്നിന്റെ നമുക്ക് വോളിയം പറയുമ്പോൾ ഇത്ര ലിറ്റർ എന്ന് പറയുമ്പോൾ L എന്ന് മാത്രമേ എഴുതിയാൽ മതിയുള്ളൂ, അല്ലെ? അബ്രിവേറ്റഡ് ഫോം ആണ് L. ലിറ്ററിന്റെ അബ്രിവേറ്റഡ് ഫോം L. ഓക്കെ, കുറെയൊക്കെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് LAC. LAC, ലാസറേഷൻ. ലാസറേഷൻ എന്ന് പറഞ്ഞാൽ മുറിവാണ്. ലാസറേഷൻ, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കൊളക്ടമി. ലാസറേഷൻ, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കൊളക്ടമി. നമുക്ക് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണത്. കോളൻ റിമൂവ് ചെയ്യാനായിട്ട്, കോളന്റെ ഏതെങ്കിലും പാർട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ടോ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണത്. ലാസറേഷൻ, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കൊളക്ടമി. നെക്സ്റ്റ് IBS. IBS എന്താണ് പറയുന്ന? പൗണ്ട് ആണ്. പൗണ്ടിന് പറയുന്നതാണ്. പൗണ്ടിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് IBS. ഇനി LE എന്ന് പറഞ്ഞാൽ ലോവർ എക്സ്ട്രിമിറ്റി. ലോവർ എക്സ്ട്രിമിറ്റി, അതായത് താഴത്തെ അറ്റം എന്ന് ഉദ്ദേശിക്കുന്ന ലോവർ എക്സ്ട്രിമിറ്റി. പിന്നെ ലെഫ്റ്റ് ഐ. ലെഫ്റ്റ് ഐ നമ്മുടെ ഈ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അതിനകത്ത് ലെഫ്റ്റ് ഐ, റൈറ്റ് ഐ എന്നുള്ള RELE എന്നൊക്കെയല്ലേ എഴുതുന്നത്. ഫുൾ ആയിട്ട് എഴുതൂല, അതിന്റെ ഷോർട്ട് ഫോം അബ്രിവേറ്റഡ് ഫോം ആണ് ഇതിനകത്ത് എഴുതുന്നത്. നമ്മള് ക്ലാസ് ഒക്കെ ആണെങ്കിൽ പവറും ഇതൊക്കെ എഴുതുമ്പോൾ ഇത്ര പവർ ആണെന്നുള്ളത് ഫുൾ എഴുതാറില്ല. LEയും റൈറ്റ് REയും എഴുതാം. ലെഫ്റ്റ് ഐ അങ്ങനെ പറയാം. ഇതെല്ലാം ഏതിന്റെ? LE എന്നാണ് അബ്രിവേറ്റഡ് ഫോം എഴുതുന്നത് കേട്ടോ. ലോവർ എക്സ്ട്രിമിറ്റി എന്നുള്ളത് ലെഫ്റ്റ് ഐ. നെക്സ്റ്റ് ലൂപ്പസ് എറിത്രമറ്റോസിസ്. ലൂപ്പസ് എറിത്രമറ്റോസിസ്, അതായത് നമുക്ക് എന്താ ഒരവസ്ഥയാണ്. അതായത് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ, നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ തന്നെ സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്ന ഒരവസ്ഥ. ലൂപ്പസ് എറിത്രോമറ്റോസിസ്. എറിത്രമറ്റോസിസ്. നെക്സ്റ്റ് LL എന്ന് പറയുന്നത് ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെയാണ്. ട്രിപ്പിൾ L എന്ന് പറഞ്ഞ ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ്. ഓക്കെ, നെക്സ്റ്റ് LLQ എന്ന് പറയുന്നത്. LLQ, ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. നെക്സ്റ്റ് L/M. എന്താണ് എക്സ്പാൻഡഡ് ഫോം? ലിറ്റേഴ്സ് പെർ മിനിറ്റ്. ലിറ്റേഴ്സ് പെർ മിനിറ്റ്. Liters per minute. Liters per minute. Next, LMP, last menstrual period.
ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. നമ്മൾ പ്രഗ്നന്റ് ഒക്കെ ആയി കഴിയുമ്പോൾ അതിനകത്ത് ലാസ്റ്റ് അത് വെച്ചിട്ടാണ് നമ്മളുടെ ഡെലിവറിയുടെ ഡേറ്റ് പറയുന്നത് അല്ലെ. ലാസ്റ്റ് മെൻസസ് ആയിട്ടുള്ള ആ ഒരു ടൈം, അത് ആ ഒരു പീരീഡ്, ആ ഡേറ്റ് എഴുതും. അത് വെച്ചിട്ടാണ് നമ്മൾ 9 മാസം 9 ദിവസം അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് എന്നത്തേക്ക് നമുക്ക് ഡെലിവറി വരാം എന്നുള്ളത് കണക്ക് കൂട്ടുന്നത്. നമ്മുടെ ലാസ്റ്റ് മെൻസസ് ആയിട്ടുള്ള ആ ഒരു പീരീഡ്, ആ ഒരു ഡേറ്റ് വെച്ചിട്ട് LMP അത് നോട്ട് ചെയ്തിട്ട് കേട്ടോ. LMP ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. Next LOC, level of consciousness, level of consciousness or loss of consciousness. രണ്ടും LOC എന്ന് പറയുന്നത്. Level of consciousness, loss of consciousness. Level of consciousness, loss of consciousness. Next LPM, liters per minute. കണ്ടോ, അത് രണ്ട് രീതി കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നേ L/ എന്ന് പറഞ്ഞതും ലിറ്റേഴ്സ് പെർ മിനിറ്റ് തന്നെയാണ്. ഇത് നോക്കിയേ, LPM ലിറ്റേഴ്സ് പെർ മിനിറ്റ്, ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അടുത്തത് LPN, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസ്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസ്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസ്. Next 165 LR, lactated ringers, lactated ringers. ഇതൊരു സൊല്യൂഷൻ ആട്ടോ, ലാക്ടേറ്റഡ് റിംഗേഴ്സ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ക്രിസ്റ്റലോയിഡ് ഫ്ലൂയിഡ്, ഇൻട്രാവീനസ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണത്. ലാക്ടേറ്റഡ് റിംഗേഴ്സ്, ലാക്ടേറ്റഡ് റിംഗേഴ്സ് സൊല്യൂഷൻ. അപ്പൊ ഇത്രയും നമ്മുടെ 144 മുതൽ 165 വരെ ഉള്ളതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ ഒന്നുകൂടി പറയാം, നമ്പർ കറക്റ്റ് ആണോ എന്ന് നോക്കാട്ടോ. 145 IPPB, ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഞാൻ ഒന്നുകൂടി പറയുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്നുകൂടി നിങ്ങളൊന്ന് പഠിച്ചു പോകാനും വേണ്ടി കേട്ടോ. 5 6 എണ്ണൊക്കെയാണ് മാക്സിമം ഒരു പേജിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അത്രയും നിങ്ങൾ എന്തായാലും പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പൊ 2-3 വട്ടം നമ്മൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് അത് അങ്ങോട്ട് പഠിച്ചു പോകുക കേട്ടോ. പിന്നെ ബാക്കി നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടിക്കോളും. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോവുക, ഓരോ ദിവസം എടുക്കുമ്പോഴും അത് കറക്റ്റ് ചെയ്ത് തന്നെ പോവുക കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് IPPB, ഇന്റർമീഡിയറ്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. പിന്നെ 147 പറഞ്ഞു IV ഇൻട്രാവീനസ്. പഠിക്കേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ, IV ഇൻട്രാവീനസ്. Then KCl 150 പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് KCl. Then next 152 KUB, kidneys, ureters and bladder, kidneys, ureters and bladder. Then next 161 LMP, last menstrual period. ഇത്രയും പഠിച്ചോ? എത്ര ഉണ്ട്? 5 എണ്ണം പഠിച്ചാൽ മതി ആ പേജിങ്. എല്ലാവരും പഠിച്ചോ? ഓക്കെ ആണോ? അബ്രിവേറ്റഡ് ഫോം പഠിച്ചോ? ഓക്കെ. 3-4 എണ്ണം ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു സെക്ഷനിൽ നിന്ന്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അബ്രിവേഷനിൽ നിന്ന് മാക്സിമം 4 ഉണ്ടാവുള്ളൂ, 4 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് നിങ്ങൾ അപ്പൊ തന്നെ അങ്ങോട്ട് പഠിച്ചു പോവുക. ഒത്തിരി ഡീറ്റെയിൽ ഒന്നും ഇല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. ജസ്റ്റ് ഓരോ ഇതും നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ട് അത് നമ്മൾ അതിന്റെ എക്സ്പാൻഡഡ് ഫോം മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ അത് തിരിച്ചും ചോദിക്കാം. അതിന്റെ അബ്രിവേഷൻ ഫോമും എഴുതാനും ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും എല്ലാവരും ബൈഹാർട്ട് പഠിച്ചു അല്ലേ? 5 എണ്ണം പഠിച്ചല്ലോ, ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 166 ആണ്. 166 LSD, LSD lysergic acid diethylamide, diethylamide, lysergic acid diethylamide, LSD, lysergic acid diethylamide.
Okay. Next, LUL, left upper lobe of the lung. Left upper lobe of the lung. ലങ്സിന്റെ ഇടത് മുകൾ ഭാഗം. Left upper lobe. Okay, left upper lobe of the lung. LUL. Next നോക്കിയേ 168 LUQ. LUQ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ആണ്. അതൊന്ന് കട്ട് ചെയ്തേക്കാം കേട്ടോ. ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് QUA. സ്പെല്ലിംഗ് ഞാൻ പറയാം. ലെഫ്റ്റ് അപ്പർ കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ വെട്ടിക്കളയാം കേട്ടോ. അത് പ്രിന്റഡിലുള്ള പ്രശ്നമാണ്. ലെഫ്റ്റ് അപ്പർ Q സ്റ്റാൻഡ്സ് ഫോർ ക്വാഡ്രന്റ്. QUA DRANT. QUA DRANT. Quadrant. QUA DRANT. LUQ. Left upper quadrant. LUL എന്ന് പറഞ്ഞാൽ left upper lobe of the lung. Okay, left upper lobe of the lung. ഇനി LVN. LVN എന്ന് പറഞ്ഞാൽ ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ്. ലൈസൻസ് ഉള്ള ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ് ആണ് LVM. അതിനെ നമുക്ക് അബ്രിവേറ്റഡ് ഫോം ഷോർട്ട് ഫോമിൽ എഴുതാം. LVM എന്ന് പറയാം. ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ്. ടിക്കറ്റ് 169 LVL, ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ്. ഓക്കെ. 117 ഓക്കെ M എന്ന് പറഞ്ഞ ഇതാണ് മീറ്റർ. അറിയാം, M മീറ്റർ. അടുത്ത നോക്കിയേ MAE എന്ന് പറഞ്ഞ മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് എന്ന് വെച്ചാൽ കൈകാലുകൾ എന്നുള്ള മീനിങ് കേട്ടോ. കൈകാലുകൾ മൂവ് ചെയ്യുക, എല്ലാ കൈകാലൊക്കെ മൂവ് ചെയ്യുക എന്നുള്ളത്. മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ്. അടുത്ത് നോക്കിയേ MAEW, മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ. W എന്നും കൂടി ഉണ്ട് അവിടെ. W stands for well. WELL. Okay, moves all extremities well. Next, MAP, mean arterial pressure. Mean arterial pressure. Okay, MAP. The expanded form ആണ് mean arterial pressure. Next, 174 MCG, microgram. 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 MCG, microgram. Next one, MCL. MCL എന്ന് പറഞ്ഞാൽ mid clavicular line modified chest lead. Mid clavicular line modified chest lead. Next, MEQ, milli equivalent. Milli equivalent. MEQ. EQ എന്ന് പറഞ്ഞാൽ equivalent എന്നുള്ളതിന്റെ ഇതാണ്. Milli equivalent. Next, 177 mg ആണ്. മില്ലിഗ്രാം. mg മില്ലിഗ്രാം. ഓക്കെ, mg എന്ന് പറഞ്ഞാൽ മില്ലിഗ്രാം. ഓക്കെ, മില്ലിഗ്രാം. അടുത്തത് MI, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വെച്ചാൽ ഹൃദയാഘാതം. മയോകാർഡിയൽ ഇൻഫാക്ഷൻ. MI. അത് നോട്ട് ചെയ്തോട്ടോ. 178 ടിക്കറ്റ് വെക്കാം. മയോകാർഡിയൽ ഇൻഫാക്ഷൻ. നെക്സ്റ്റ് 179 MICU. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? MICU എക്സ്പാൻഡഡ് ഫോം മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മൊബൈൽ ഇന്റൻസീവ്
കെയർ യൂണിറ്റ് അല്ലെങ്കിൽ പറയാം മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് രണ്ടിനും അബ്രിവേറ്റഡ് ഫോം ആയിട്ട് MICU തന്നെ എഴുതുന്നത്. ഓക്കെ, അത് ടിക്കിട്ട് വെക്കട്ടോ. 179 പഠിക്കണം. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് 180 MIN മിനിറ്റ്. മിനിറ്റിന് MIN എഴുതാം ഷോർട്ട് ചെയ്തിട്ട് മിനിറ്റ്സ്. ML മില്ലിലിറ്റർ, അതൊക്കെ അറിയാവുന്നതാണ്. ML മില്ലിലിറ്റർ. മില്ലിലിറ്ററിന് നമ്മൾ എഴുതാറില്ലേ? എല്ലാവരും നമ്മൾ ഇത്ര മില്ലിലിറ്റർ എന്ന് എഴുതണ്ട, ഷോർട്ട് ചെയ്ത് ML എന്ന് എഴുതാം. മില്ലിലിറ്റർ. നെക്സ്റ്റ് MM മില്ലിമീറ്റർ. MM മില്ലിമീറ്റർ. മില്ലിമീറ്ററിന്റെ അബ്രിവേറ്റഡ് ഫോം ഏതാണ്? M മില്ലിമീറ്റർ. നെക്സ്റ്റ് HG. HG എന്തെങ്കിലും പഠിച്ചാണ് അല്ലെ? മെർക്കുറിയുടെ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. HG millimeters of mercury. MRI magnetic resonance image. Magnetic resonance image. MRI മാഗ്നറ്റിക്. നമ്മള് സ്കാനിങ് ഇതൊക്കെ പഠിച്ചല്ലേ? റേഡിയോളജി പഠിച്ചല്ലേ? MRI മാഗ്നറ്റിക് റെസണൻസ് ഇമേജ്. റേഡിയോളജി പഠിച്ചില്ലേ? MRI സ്കാൻ ഒക്കെ അല്ലേ? എക്സ്റേ, അൾട്രാസൗണ്ട്, CT, MRI. ഓക്കെ, MRI മാഗ്നറ്റിക് റെസണൻസ് ഇമേജ്. ടിക്കറ്റ് വെച്ചോട്ടോ. 184 പഠിക്കണം. നെക്സ്റ്റ് MS ആണ് മോർഫിൻ സൾഫേറ്റ്. മോർഫിൻ സൾഫേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. സ്ക്ലിറോസിസ് അറിയാലോ? എന്താണ് സ്ക്ലിറോസിസ്? പഠിച്ചിട്ടുണ്ടാവല്ലോ. ശരീരത്തിലെ മൃദുകലകള് ദൃഢമാകുന്ന കാഠിന്യമാകുന്ന അവസ്ഥയാണ് സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് MS. രണ്ടും പറയാം. നമുക്ക് മോർഫിൻ സൾഫേറ്റിനെയും അബ്രിവേറ്റഡ് ഫോം MS എന്ന് എഴുതാം. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അതിനെ MS എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് MSO ഫോർ മോർഫിൻ സൾഫേറ്റ്. MSO4 മോർഫിൻ സൾഫേറ്റ്. MSO4 അങ്ങനെ പറഞ്ഞാൽ മതി. മോർഫിൻ മോർഫിന്റെ, സൾഫറിന്റെ, സൾഫേറ്റിന്റെ SO4 MSO4. MSO4 മോർഫിൻ സൾഫേറ്റ്. Then MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് MVA. നെക്സ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. 187 MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. Then 188 MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. ഇതൊക്കെ നേരെ നമുക്ക് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാല് അബ്രിവേറ്റഡ് ഫോർ മോട്ടോർ വെഹിക്കിൾ ക്രാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ അതിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് എഴുതാം അല്ലെ? MVC MVC കുറെയൊക്കെ അങ്ങനെ തന്നെ എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പൊ 166 മുതൽ 188 വരെയുള്ളതില് നമ്മൾ എത്ര പഠിക്കണം? 5 പഠിച്ചാൽ മതി. ഓക്കെ, LVN ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ് 169. LVN ലൈസൻസ്ഡ് വൊക്കേഷണൽ നേഴ്സ് 178. MI മയോകാർഡിയൽ ഇൻഫാക്ഷൻ. Then 179 MICU മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. Then 184 MRI മാഗ്നറ്റിക് റെസണൻസ് ഇമേജ്. Then 187 MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. നമ്പേഴ്സ് കിട്ടിയില്ലേ? 169, 178, 179, 184, 187. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാ നമ്പേഴ്സും കിട്ടിയില്ലേ? പഠിക്കേണ്ടത് 5 പഠിച്ചാൽ മതി കേട്ടോ. പഠിച്ചാൽ മതി.
ഇനി ഇതിന്റെ ഡീറ്റെയിൽ എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് പറയാത്തത്. എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ മാക്സിമം 4 അബ്രിവേഷൻ ഫോം ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനാണ് നമുക്ക് 325 പഠിക്കാൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഷോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഈ ടിക്കറ്റ് ഓരോ പേജിലും 5-6 വീതം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ വരുമ്പോഴും നല്ലൊരു പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാതെ കേട്ടോ. ഞാക്കെങ്കിലും ഇത് എന്താണോ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് നോക്കിക്കോ കേട്ടോ. ഗൂഗിളിൽ നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ വേണമെന്നുള്ളവര് അത് വെക്കാം. അല്ലാത്തവര് ഇതൊക്കെ ഈ അബ്രിവേറ്റഡ് ഫോം എന്തായാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അത് ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ടെർമിനോളജി ചെയ്ത് നമുക്ക് ഈ അബ്രിവേറ്റഡ് ഫോം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഷോർട്ട് ഫോമുകൾ എഴുതേണ്ടതാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഓരോന്ന് കാണുമ്പോൾ എന്താണോ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് 189. നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എങ്കിലും ഞാനിപ്പോ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്തിടാം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു 2 പേജ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം മുതൽ നിങ്ങളെ ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്തത് ഞാൻ വായിപ്പിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കില്ല. ഞാൻ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്നെ ഒരു ഇതാവുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കണ്ടാവും. ടിക്കറ്റ് പോണോണ്ട് കുഴപ്പമില്ല അല്ലെ. ഓക്കെ, 189. ഓക്കെ, MVP mitral valve prolapse. Mitral valve prolapse ആണ് MVP എന്ന് പറയുന്നത്. MVP ഇവിടെ 2 പേജിൽ വരെ പറഞ്ഞത് 144 മുതൽ 188 വരെ പറഞ്ഞു. ഓക്കെ, MVP mitral valve prolapse. നെക്സ്റ്റ് എന്ന് പറഞ്ഞ നോർമൽ എന്നുള്ളത് കാണിക്കുന്നതാണ് N. അപ്പോ എന്തെങ്കിലും നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോർമൽ ആണെങ്കിൽ അതിന്റെ നോർമൽ എഴുതാം. ഓക്കെ, നോർമൽ. Then NA എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോം സോഡിയം. പഠിച്ചിട്ടുണ്ടല്ലോ, സോഡിയത്തിന്റെയാണ് NA, സോഡിയം. ഇനി അത് നോക്കിയേ, N സ്മോൾ ലെറ്റർ A ആണ് സോഡിയത്തെ സൂചിപ്പിക്കുന്നത്. NA സോഡിയം. NA N ക്യാപിറ്റൽ, 2 ക്യാപിറ്റൽ ആണെങ്കിൽ അതിന് എന്താ സൂചിപ്പിക്കുന്നത്? നോട്ട് ആപ്ലിക്കബിൾ. ആപ്ലിക്കബിൾ അല്ല, നോട്ട് ആപ്ലിക്കബിൾ. ഓർ അല്ലെങ്കിൽ NA എന്ന് എഴുതാം, N/A എന്നും എഴുതാം. ഓക്കെ, രണ്ടെണ്ണം എഴുതാം. NA എന്ന് എഴുതാം, N/A എന്ന് എഴുതാം. നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, നോട്ട് ആപ്ലിക്കബിൾ. നെക്സ്റ്റ് NaCl. NaCl sodium chloride. NaCl sodium chloride. NaCl sodium chloride. Then NaD. NaD no apparent distress or no appreciable disease. അതായത് എന്താ, ഒരു പ്രകടമായിട്ടുള്ള ഒരു ഡിസ്ട്രെസ്, ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ശ്രദ്ധേയമായ രോഗമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതിന്റെ മീനിങ് നോൺ അപ്പാരന്റ് ഡിസ്ട്രെസ്, നോൺ അപ്പാരന്റ് ഡിസ്ട്രെസ് ഓർ നോ അപ്രീഷിയബിൾ ഡിസീസ്. നോ അപ്രീഷിയബിൾ ഡിസീസ്. No appreciable disease. NaD. No appreciable disease. Next 195. NaHCO3. NaHCO3 sodium bicarbonate. NaHCO3 sodium bicarbonate. Okay, NaHCO3 എന്ന് പറഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ്. ആ 3 ഒക്കെ അടിയിലാട്ടോ എഴുതുന്നത്, നിങ്ങൾക്ക് അറിയാലോ. NaHCO3 നേരെയല്ല, CO3 താഴെ ആയിരിക്കണം എഴുതുന്നത്. NaHCO3 സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റിന് അറിയപ്പെടുന്ന വേറെ പേര് ഏതാ? സോഡിയം ബൈകാർബണേറ്റ് എന്തിന്റെയാണ് നോക്കട്ടെ, ആർക്കെങ്കിലും അറിയാമോ? സോഡിയം ബൈകാർബണേറ്റ് എന്തിനു പറയുന്ന സോഡിയം ബൈകാർബണേറ്റ് എന്ന്? ആർക്കറിയില്ല?
ബേക്കിംഗ് സോഡയാണ് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബേക്കിംഗ് സോഡ. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് കെമിസ്ട്രി പഠിച്ചവർക്കൊക്കെ അറിയാലോ. സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡയാണ് NaHCO3. നെക്സ്റ്റ് NC, നീസൽ ക്യാനുല. നേസൽ ക്യാനുല. ക്യാനുല പഠിച്ചില്ലേ? ചെറിയ ട്യൂബ്, മൂക്കിൽ ഉപയോഗിക്കുന്ന ചെറിയ ട്യൂബ്, ക്യാനുല. നേസൽ ക്യാനുല, NC. ടിക്കിട്ട് വെച്ചോട്ടോ. 196. 196. നേസൽ ക്യാനുല. നേസൽ ക്യാനുല, NC. NG, നേസോ ഗ്യാസ്ട്രിക്. നേസോ ഗ്യാസ്ട്രിക്. NG, G എന്ന് പറഞ്ഞ് ഗ്യാസ്ട്രിക്. അതും ടിക്കിട്ട് വെച്ചോട്ടോ. 197 ടിക്കിട്ട് വെക്കാം. നെക്സ്റ്റ് 198 NICU പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അതും ടിക്കിട്ട് കേട്ടോ. NICU, നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ആർക്കടെയാണ് നിയോണേറ്റൽ? നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആർക്ക് വേണ്ടിയുള്ള? ന്യൂ ബോൺ. ശരി, ന്യൂ ബോൺ ബേബിനെയൊക്കെ നമുക്ക് കെയർ ചെയ്യുന്നതാണ്. അതിന് NICU എന്ന് പറയുന്നത്, നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ അതില് 3 പഠിക്കണം. 196, 197, 198. ഓക്കെ, NICU, നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നിയോണേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് ആണ് NIDDM. NIDDM, നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. നോൺ ഇൻസുലിൻ, ഡി എന്ന് പറഞ്ഞ ഡിപെൻഡന്റ്, ഡി അടുത്ത ഡി സൂചിപ്പിക്കുന്ന ഡയബറ്റിസ്, ദെൻ എന്ന് പറഞ്ഞ മെലിറ്റസ്. നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. നെക്സ്റ്റ് 200 NKA, നോ നോൺ അലർജീസ്. നോൺ അലർജീസ്, അതായത് അറിയപ്പെടുന്ന മറ്റ് അലർജികളൊന്നുമില്ല. NKA, നോൺ അലർജീസ്. നോൺ അലർജീസ്. NKA, നോൺ അലർജീസ്. നെക്സ്റ്റ് NKDA. NKDA, നോൺ ഡ്രഗ് അലർജീസ്. മരുന്നുകളിലോടുള്ള അലർജികളൊന്നും ഇല്ല. നോൺ ഡ്രഗ് അലർജീസ്. ഡി എന്ന് പറഞ്ഞ ഡ്രഗിനെ, മരുന്നുകള്, മെഡിസിൻ, അത് സൂചിപ്പിക്കുന്നതാണ് ഡി. നോൺ ഡ്രഗ് അലർജീസ്. നെക്സ്റ്റ് NPA, നാസോഫറിംഗൽ എയർവേ. നാസോഫറിംഗൽ എയർവേ. നാസോഫറിംഗൽ എയർവേ, NPA. NPA. നെക്സ്റ്റ് NPO, നിൽ പെർ ഓസ്. ഓസ് എന്ന് പറഞ്ഞ എന്താ? മൗത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഓറൽ ആയിട്ട് കൊടുക്കാന്നുള്ള കേട്ടോ. ഓസ് എന്ന് പറഞ്ഞ OS, ബൈ മൗത്ത് ഓർ ഓറൽ. ഓറലായിട്ട് വായ്പൂടെ കൊടുക്കുന്നതിനാണ് ഓസ് എന്ന് പറയുന്നത്. OS സൂചിപ്പിക്കുന്നത് കേട്ടോ. നിൽ പെർ ഓസ്, NPO. നെക്സ്റ്റ് ആണ് NS എന്ന് പറഞ്ഞ നോർമൽ സലൈൻ. NS, നോർമൽ സലൈൻ. നോർമൽ സലൈൻ. അടുത്തത് NSR, നോർമൽ സൈനസ് റിതം. ഇത് നോട്ട് ചെയ്തു കേട്ടോ. 205 ടിക്കറ്റ് വെക്കാം. നോർമൽ സൈനസ് റിതം. നോർമൽ സൈനസ് റിതം, NSR, നോർമൽ സൈനസ് റിതം. നെക്സ്റ്റ് 206 NTG, നൈട്രോ ഗ്ലിസറിൻ. നൈട്രോ ഗ്ലിസറിൻ.
NTG, nitroglycerin. G എന്ന് പറഞ്ഞാൽ ഗ്ലിസറിന്റെ. Okay. Nitroglycerin is abbreviated as NTG. ഇതിന്റെ abbreviated form ആണ് NTG എന്ന് പറയുന്നത്. Next, N/B, nausea and vomiting. Nausea and vomiting. ഓക്കാനം, nausea, ഓക്കാനം, vomiting, ഛർദ്ദിക്കാൻ വരുന്നത്, ഛർദില് എന്നൊക്കെ, vomiting, nausea and vomiting. N/B/D, nausea and vomiting and diarrhea. D എന്ന് പറഞ്ഞ diarrhea കൂടി. Okay, nausea, vomiting and diarrhea. Diarrhea എന്താ? Diarrhea വയറിളക്കം അല്ലെ? Nausea, vomiting and diarrhea. Next, അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. N/B/D, nausea and vomiting, nausea, vomiting and diarrhea. അങ്ങനെയായാലും മതി. Next, 209, NVD, neck vein distension. Neck vein distension. Next, 210, O2, oxygen. അറിയാലോ, ഇതും 2 താഴെയാണ് കേട്ടോ ഇതിന്റെ. O2 നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതാണ്. ഓക്സിജൻ ഫുൾ എഴുതണ്ട, ഇതിന്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രിവേറ്റഡ് ഫോം എഴുതിയാൽ മതി. O2 നമ്മൾ ഓരോ കെമിസ്ട്രിയിലൊക്കെ ഇക്വേഷൻസ് എഴുതൂലേ, അപ്പൊ ഇത് നമുക്ക് ഓരോ പ്രവർത്തനങ്ങളില് നമുക്ക് റിയാക്ഷൻസ് ഒക്കെ എഴുതുമ്പോഴും നമുക്ക് O2 എന്നുള്ളത് ഓക്സിജൻ അല്ല, അവിടെ കെമിക്കൽ ഫോർമുല എഴുതുമ്പോഴും O2, ഓക്സിജനെ O2 എന്നാണ് എഴുതുന്നത്. O2. Next, OB, obstetrics. Obstetrics എന്താ? Obstetrics OB, obstetrics എന്താ? obstetrics ഷഹാനയ്ക്ക് അറിയില്ലേ? മെസ്സേജ് ഇടാനുള്ള താമസമാണോ? ഗൈനക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, ഷഹനാസ് എപ്പോഴും ആദ്യം ഇടുന്നോണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഫീമെയിൽ പ്രഗ്നൻസി റിലേറ്റഡ്, പ്രസവ ചികിത്സ അല്ലെ, പ്രസവം, ഗർഭധാരണം എന്നിവയെ കുറിച്ചുള്ള പഠനങ്ങളാ ഒബ്സ്ട്രിറ്റിക്സ്. ഓക്കെ, അപ്പോ അത്രയാണ് 211 വരെ. അപ്പൊ അതിന് നമ്മൾ 5 എണ്ണം പഠിച്ചാൽ മതി. ഏതൊക്കെയായിരുന്നു? 196, 197, 198, 205, 208. Okay. NC, nasal cannula. Then NG, nasogastric. 198, NICU, neonatal intensive care unit. Then 205, NSR, normal sinus rhythm. Next, 208, N/B/D, nausea, vomiting and diarrhea. 5 എണ്ണം പഠിച്ചാൽ മതി. എല്ലാവരും കറക്റ്റ് ആയിട്ട് ടിപ്പ് ഇടല്ലേ? ഇത് അവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? ആണോ? ഇങ്ങനെ നേരെ നോക്കിയിട്ട് അല്ല അല്ലെ? ടിക്കറ്റ്. ഓക്കെ, ടിക്കറ്റ് വയ്ക്കണ്ടേ? ഒരു പേജ് കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളൊന്നും വായിപ്പിക്കട്ടെ. ആദ്യം മുതൽ ഇമ്പോർട്ടന്റ് മനസ്സിലൊക്കെ കുറച്ച് പേര് വായിക്കാൻ പറ്റുന്നവരൊക്കെ. നിങ്ങൾക്കും ബോറടിക്കില്ല കുറെ നേരം ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കി ഇങ്ങനെ ചെയ്ത് നോക്കിയിരിക്കുമ്പോ. ഇനി ഒരു ക്ലാസ്സും കൂടി എല്ലാവരെയും കൊണ്ടും ഒന്നുകൂടി എന്തൊക്കെയാണെന്ന് ഒന്നോടെ പറയാമോ? ഈ പേജാണോ മോളെ പറഞ്ഞത്? ഈ പേജാണോ? ഈ പേജില് നമ്മള് പറയാട്ടോ. ഈ പേജില് നമ്മൾ പറഞ്ഞത് 198. ഓക്കെ, അവിടെ സോറി 196, 197, 198, 205, 208. അത്രയും പഠിച്ചാൽ മതി. 5 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, എക്സാമിന് വേണ്ടിയിട്ടാട്ടോ. ബാക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണേ. എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വർക്ക് ലോഡ് ഒന്ന് കുറയ്ക്കാനും നമുക്ക് ഏകദേശം പ്രീവിയസിലൊക്കെ ചോദിച്ചത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അത് അങ്ങനെ നോട്ട് ചെയ്ത് തന്നെ. ഇത് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ഒത്തിരി ഇത് വേണം. ബാക്കി നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാല് എന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത പേജ്, ഒരു പേജ് കൂടി നോക്കാം. ഇത് ഞാൻ കുറച്ച് പേരെ കൊണ്ട് വായിപ്പിക്കാം കേട്ടോ. നിങ്ങൾക്കും ബോറടിക്കില്ല. ഒരു പേജ് കൂടി ജസ്റ്റ് 212.
OBS 212 ആണ് കേട്ടോ. OBS ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം OBS 212 നോട്ട് ചെയ്തോട്ടോ, ടിക്കറ്റ് വെച്ചവിടെ. OBS ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രോം. നെക്സ്റ്റ് 230 OD ആണ്, ഓവർഡോസ്. ഓവർഡോസ്. പിന്നെ റൈറ്റ് ഐ optical density. Optical density. Right eye optical density. Outside diameter. Doctor of optometry. Optometry എന്താ? Optometry. നേത്ര സംരക്ഷണ വിഭാഗം. Optometry. Doctor of optometry. നേത്ര സംരക്ഷണ വിഭാഗം ഒരു ഡോക്ടർ. ഇതെല്ലാം നമുക്ക് OD എന്നുള്ള അബ്രിവേറ്റഡ് ഫോമിൽ എഴുതാം. ഓവർഡോസ്. ഓവർഡോസിന് റൈറ്റ് ഐ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ദെൻ ഔട്ട്സൈഡ് ഡയമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ഇതെല്ലാം നമുക്ക് അബ്രിവേറ്റഡ് ഫോം ആയിട്ട് OD എഴുതാം. അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, OP ആണ്. നമുക്കറിയാം OPയിൽ കാണണം ഔട്ട് പേഷ്യന്റ്. OPയും IP പഠിച്ചിട്ടില്ലേ? ഔട്ട് പേഷ്യന്റും ഇൻപേഷ്യന്റും. OP ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ്. Then OPA. OPA oropharyngeal airway. Pharyngeal. Oropharyngeal airway. ഒരു ട്യൂബാണ് കേട്ടോ. എയർ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു ട്യൂബാണ്. used to provide free passage of air. ആണ് oropharyngeal airway. OPA. oropharyngeal airway. നെക്സ്റ്റ് OR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് റൂം. OR ഓപ്പറേറ്റിംഗ് റൂം. OR ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. 260 ടിക്കറ്റ് വെച്ചോ. OR ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂം. നെക്സ്റ്റ് ശ്രദ്ധിച്ചേ, 270 നോക്കി. OS ആണ്. പക്ഷേ അതിന്റെ നമ്മുടെ എക്സ്പാൻഡഡ് ഫോം നോക്കിയേ, എന്താണ്? OS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെഫ്റ്റ് ഐ എന്നാണ്. അതായത് ഇത് രണ്ടും ട്രഡീഷണൽ അബ്രിവേഷൻ ആണ് കേട്ടോ. OSഉം OQവും തൊട്ട് താഴെ വരുന്ന OUയും. OS OU എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ അബ്രിവേഷൻസ് ആണ്. അതായത് OS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്യുലസ് സിനിസ്റ്റർ എന്നാണ് അത് വരുന്നത്. അതൊരു ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ. അതൊരു ട്രഡീഷണൽ അബ്രിവേഷൻ ആണ്. അതിന്റെ എന്താ പറയാ, ലെഫ്റ്റ് ഐ അത് മാറിപ്പോരുത് കേട്ടോ. ലെഫ്റ്റ് ഐ എന്നുള്ളതിന്റെ OS ആണ്. അതിന്റെ OS എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോം ഓക്യുലസ് സിനിസ്റ്റർ. അതൊന്ന് വേണമെങ്കിൽ അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഇനി പിന്നീടാണെങ്കിലും എന്താണെന്നുള്ളത് അത് തന്നിട്ടില്ല. ട്രഡീഷണൽ അബ്രിവേഷൻ ആണ് ഓക്യുലസ്. OC അവിടെ തന്നെ എഴുതി വെച്ചാൽ OCULUS. 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 Sinister. 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 Oculus sinister. ഓക്കെ, ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ, അതിന്റെ എന്താ പറഞ്ഞേക്കുന്നത്? ലെഫ്റ്റ് ഐ എന്നാണ്. Then 280 OU ആണ്. അത് ഓക്യുലസ് യൂട്രിക് എന്നാണ്. ഓക്യുലസ് യൂട്രിക്. OCULUS. ഓക്യുലസ് യൂട്രിക്. UTERQUE. Oculus. OCULUS. യൂട്രിക്. UTERQUE. എന്താണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം? OU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ഐസ്. രണ്ട് കണ്ണത്. ബോത്ത് ഐസ്. ഓക്കെ, ഇനി അടുത്ത OZ ആണ്. ഔൺസ് എന്നാണ്.
ounce. OZ. ഇനി P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ expanded form after. P. Then PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ after meals. Mealsന് ശേഷം. After meals. After meals. Then PCO2. Partial pressure of CO2 എന്താ? Carbon dioxide. Like CO2. PCO2. Partial pressure of carbon dioxide. Partial pressure of carbon dioxide. Then PDR. Physician desk reference. Physician desk reference. PDR. ഒന്ന് നോട്ട് ചെയ്തിട്ടേ. 223 PDR. Physician desk reference. Okay, PDR നോട്ട് ചെയ്യാം കേട്ടോ. Physician desk reference. അടുത്തത് PE ആണ്. Pulmonary embolism. Pulmonary embolism അല്ലെങ്കിൽ physical examination. Physical examination PE എന്ന് പറയും കേട്ടോ. Pulmonary embolism, physical examination. PE. Next, PEA, pulseless electrical activity. Pulseless electrical activity. Pulseless electrical activity. അടുത്തത് PEARL. People's equal and reactive to light. People's equal and reactive to light. Reactive to light. Okay. Next, PET ആണ്. എന്താണ്? Pediatric. Pediatric. കുട്ടികളുടെ അല്ലെ ശിശുരോഗ വിഭാഗം pediatric. PED. ടിക്കറ്റ് വെച്ചോ. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പഠിക്കേണ്ട. PED എന്താണ്? Pediatric. 227 ടിക്കറ്റ് വെക്കാം കേട്ടോ. Then next PEP. PEEP. Positive and expiratory pressure. Positive and expiratory pressure. Positive end. Sorry, positive end expiratory pressure. End ആണ് E എന്ന് പറഞ്ഞേക്കട്ടെ കേട്ടോ. E end അടുത്ത E റെപ്രസെന്റ് ചെയ്ത് expiratory എന്നാണ്. Positive end expiratory pressure. Next, PERL, people's equal and reactive to light. People's equal and reactive to light. അതിന്റെ മുകളിലും തന്നിട്ടുണ്ട്. അതിനകത്ത് A കൂടി ചേർന്നിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. രണ്ട് രീതിയിലും അതിനകത്ത് ഇല്ല. PEARL, people's equal and reactive to light. നോക്കിയേ PERL എഴുതിയാലും അത് തന്നെയാണ്. People equal and reactive to light. Next, PERRL, people's equal, round and reactive to light. People's equal, round and reactive to light. പിന്നെ അടുത്ത pH ആണ്. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. pH. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. pH. നെക്സ്റ്റ് PID എന്നുള്ളൂ കേട്ടോ. രണ്ട് P ഇല്ല, ഒരു P വെട്ടിക്കളഞ്ഞേക്കാം. PID, pelvic inflammatory disease. Pelvic inflammatory disease. PID. ഒരു P അവിടെ വേണ്ട, വെട്ടിക്കളയാ കേട്ടോ. അത് ടിക്കറ്റ് കേട്ടോ. ടിക്കറ്റ് വെച്ചോ. 232. PID, pelvic inflammatory disease. Then 234 PND. PND, paroxysmal nocturnal dyspnea. Dyspnea.
paroxysmal nocturnal dyspnea. അത്രയാണ് 234 വരെ. ആ പേജിൽ നമ്മൾ പഠിക്കേണ്ടത് 212. ഒന്ന് ടിക്ക് ഇട്ടത് കറക്റ്റ് അല്ലേ നോക്കിയോ. 212, 216, 223, 227, 232. Okay. 212 OBS, organic brain syndrome. OBS, organic brain syndrome. 216 OR എന്ന് പറഞ്ഞ operating room. Operating room. Then PDR, physician desk reference. PDR, physician desk reference. Then PED, ഇതാണ് pediatric, 227. Then 232 PID, pelvic inflammatory disease. അത്രയും 234 വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 234 മുതൽ എത്രയാണ് 327. ഒരു 4 പേജ് ഫസ്റ്റ് അത്രേ ഉള്ളൂ. പിന്നെ കുറെയൊക്കെ സിമ്പലുകളാണ് ഇവിടെയൊക്കെ വന്നത്. അതൊക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതൊക്കെ തന്നെയാണ്. ഒരു ക്ലാസ് വേണ്ട, അതിന് മുന്നായിട്ട് നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. കുറച്ച് സിമ്പലുകളാണ്. ഇത് സിമ്പലുകൾ നേരെ നോക്കിയാൽ റൈറ്റ് ആറ്, റൈറ്റ് ലെഫ്റ്റ് ഉണ്ടോ. കുറെ സൈന്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ട്രയാങ്കിള്, ക്വസ്റ്റ്യൻ മാർക്ക്, ഫീമെയില്, ഇങ്ങനെ കുറച്ചുള്ള ഇത് കൂടെ ഉള്ളു. ഒരു 4 പേജ് കൂടെ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്പർ മിസ്റ്റേക്ക് ഉണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിലെ നമ്പർ തെറ്റാണോ കിടക്കണേ? ആണോ? ഏത് നമ്പറാ തെറ്റി കിടക്കണേ? ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി പറയാം. ഓക്കെ, പറയാലോ. 212 മുതലല്ലേ മോളെ? ഞാൻ പറയുന്നത് നിങ്ങൾ നമ്പർ മാത്രമല്ല, നിങ്ങൾ അതിന്റെ ഏതാന്ന് കൂടി നോക്കാട്ടോ. 212 പറഞ്ഞു, OBS പറഞ്ഞു. ചിലർക്കിടെ തെറ്റുണ്ടോ? ചിലർക്കില്ല എന്ന് പറയണ്ടേ. ജസ്റ്റ് എന്നാലും ഒന്നുകൂടി നോക്കിയോ. 212 OBS കറക്റ്റ് അല്ലേ എന്ന് നോക്കിയേ. ഞാൻ നമ്പർ ചിലപ്പോ ചിലർക്കിടയിൽ വല്ല മിസ്റ്റേക്ക് വന്നാണോ എന്ന് അറിയില്ല. ഓക്കെ അല്ലേ? 212 OBS തന്നെ. പിന്നെ 216 OR ആണ്. 216 OR ഓപ്പറേറ്റിംഗ് റൂം, ശരിയല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് 223 ആണ്. അതായത് PDR ആണ്, ഫിസിഷ്യൻ ഡെസ്ക് റെഫറൻസ്. ഫിസിഷ്യൻ ഡെസ്ക് റെഫറൻസ്, PDR. നെക്സ്റ്റ് 227 ആണ് PED, പീഡിയാട്രിക്. കറക്റ്റ് അല്ലേ നോക്കാട്ടോ. ഇനി അത് ഞാൻ ടിക്ക് പറയണത് ഇപ്പൊ നമ്പർ ചിലപ്പോ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ടിക്കറ്റ് വെക്കാം കേട്ടോ. നമ്പർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. PED ആണോ എന്ന് കൂടി നോക്കുക. 227 PED, പീഡിയാട്രിക്. പിന്നെ പറഞ്ഞത് PID ആണ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഓക്കെ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഓക്കെ, അത്രയും നമ്മൾ 224 വരെ ഇന്നത്തെ ക്ലാസ്സിൽ തീർത്തിട്ടുണ്ട്. ഇനി മൺഡേ അല്ല നിങ്ങൾക്ക് ക്ലാസ് വരുന്നേ. അപ്പൊ ഫസ്റ്റ് ക്ലാസ് നിഷാമായിരിക്കും ഫസ്റ്റ് ക്ലാസ്സിന്. അപ്പൊ ബാക്കിന്റെ ടീച്ചർ അത് കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. സെക്കൻഡ് ക്ലാസ് അല്ലേ മൺഡേ എനിക്ക് വരുന്നത്. അപ്പൊ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതാ ആപ്ലിക്കേഷന്റെ ഇപ്പൊ നിഷാമാമിന് ഇനി മൺഡേ മാത്രമല്ലേ, പിന്നെ നെക്സ്റ്റ് മൺഡേ അല്ലേ ക്ലാസ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് കയറി എടുത്തത്. ഇത് പിന്നെ വേറെ ഒന്നും എക്സ്പാൻഡ് ചെയ്തൊന്നും അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് അബ്രിവേറ്റഡ് ഫോം മാത്രം, അത് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എങ്കിലും എന്താ പറയാ, നമ്മള് അബ്രിവേഷൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് വെറുതെ വായിച്ചോളാൻ പറയാൻ പറ്റില്ലല്ലോ നിങ്ങളോട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്ത് തന്നത് മാത്രം. ഓക്കെ, അപ്പോ മൺഡേ ഫസ്റ്റ് ക്ലാസ്സിൽ നിഷാമാവ് കയറി ഇതവിടെ തീർത്ത് തരും. ഞാൻ സെക്കൻഡ് പീരീഡ് വന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബാച്ചിൽ ഞാൻ ചെയ്യിച്ചതാണ്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എല്ലാം പേപ്പർ 1-ന്റെയും പേപ്പർ 2-ന്റെയും ഞാൻ റിവിഷൻ തരാം. ഓക്കെ, സെറ്റ് ആണോ? ഓക്കെ ആണോ? പോരെ? അങ്ങനെ പോരെ? അപ്പൊ അത് റിവിഷൻ തരാൻ വേണ്ടി. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ റിവിഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് ഇതങ്ങടെ ഇതാക്കിയത്. പിന്നെ ജസ്റ്റ് മിസ്സിന്റെ തീരില്ല, എന്തായാലും ഒരു ക്ലാസ് തീരൂലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ടീച്ചർ എടുത്തതിന്റെ ഇടയ്ക്ക് ഞാൻ കയറി ഇനി പറയണോന്ന് ഞാൻ ചോദിച്ചാണ്. അപ്പൊ കുഴപ്പമില്ല അല്ലെ? പിന്നെയും ക്ലാസ് ടീച്ചറിന് അടുത്ത ആഴ്ചയല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ 2 ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി എടുത്തത് കേട്ടോ. പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും? കുഴപ്പമുണ്ടോ?
ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ വായിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ മൺഡേക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ വായിച്ച് അതിന്റെ ആൻസർ പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും 233 ഇല്ല, ഒന്ന് നോക്കട്ടെ. 233 ഓക്കെ, ഇവിടെ നമ്പർ ഇല്ല എന്നല്ലേ? അതിന് അങ്ങനെ 2 വട്ടം വന്നതാണ് അവിടെ. 234 അടുത്തതും 234 നമ്പറിന്റെ മിസ്റ്റേക്ക് ആട്ടോ. 233 ആണോ? നമ്മളിങ്ങനെ നേരെ പോകുമ്പോഴേ വെറുതെ ഇങ്ങനെ ടേബിൾ മാത്രമല്ലേ പറഞ്ഞു പോണോളൂ. അത് നമ്പറിൽ വന്നൊരു മിസ്റ്റേക്കാ. നമുക്ക് 233 34 ഞാൻ നോട്ട് ചെയ്ത് തന്നിട്ടില്ല പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് റിവിഷൻ എന്തായാലും തിങ്കളാഴ്ച റിവിഷൻ തരാം. ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ ഒന്നുകൂടി വായിപ്പിക്കാം കേട്ടോ. എന്തായാലും 1-2 ക്ലാസ് എനിക്ക് കിട്ടും. അപ്പോ സമയം പോലെ ചെയ്തു തരാം. ഓക്കെ, പിന്നെ അത്രയും അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിവിഷനായിട്ട് എല്ലാ ചാപ്റ്ററും നമുക്ക് നോക്കി പോകാം. ഫസ്റ്റ് പേപ്പർ 1ല് നമുക്ക് 2 ചാപ്റ്റർ അല്ലേ, ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലും ആണ് എടുത്തത്. അതിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത മൊഡ്യൂൾ 2ന്റെ നോക്കി തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടിയല്ലേ? വരും കേട്ടോ. ഓക്കെ, താങ്ക് യു.